അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ, ഏകസ്ഥരായി താമസിക്കുന്നവരെ, ഒരു അഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ, അഭിപ്രായം പറയാനില്ലാത്തവരെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ, ഹൃദയഭാരം പേറുന്നവരെ, അതിൻ്റെ പേരിൽ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടവരെ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുട്ടുകൊഴിഞ്ഞു പോകുന്നവരെ, രോഗം മൂർച്ഛിക്കുന്നവരെ, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ മേൽ മൂർധാവ് തളിക്കപ്പെടട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. കർത്താവ് ഇന്നത്തെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഉദ്യമങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സംരംഭങ്ങളെ, സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോട് സംസാരിക്കുന്നു? കർത്താവ് എതിരെ വരുന്ന, നമ്മുടെ ആവശ്യങ്ങൾക്ക് എതിരെ ഉന്നയിക്കുന്ന, നമ്മുടെ ആരുമായിട്ട് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവരുടെ സംസാര രീതികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ്, നീ ഒരു ന്യായാധിപ സംഘത്തിൽ എത്തുമ്പോഴേ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട, നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന കർത്താവേ, കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടി കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും വിശുദ്ധീകരിക്കാനും അവരുടെ മക്കൾക്ക് വിവേചനത്തിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ, കർത്താവരുടെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായി അവർ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ നടത്തുന്നവരും ജീവിത മാർഗത്തിന് വേണ്ടി അലയുന്നവരുടെ മേലാണ് അധ്വാനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു.
ഓരോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്, പ്രതീക്ഷയോട് കാത്തിരുന്ന പ്രതീക്ഷകൾക്ക് മേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്ന കുടുംബങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചുറ്റവട്ടങ്ങളിൽ നടക്കുന്നവരെയും അത് ഇന്നത്തെ ദിവസം പ്രത്യേകമായ കോലാഹലം ഉണ്ടാകുമെന്ന് ആദ്യ കൊള്ളുന്നവരെ അവരുടെ കോലാഹലം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഹരിയാകുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നയിക്കുവാമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളിന്ന് കാണുന്നത് ഉടമ്പടിക്ക് ആവശ്യമായ ഒരു നിലപാടാണ് കവനന്റൽ വിജിലൻസ്, ഉടമ്പടി ജാഗ്രത. കവനന്റൽ വിജിലൻസിൽ രണ്ട് ജാഗ്രത വേണം. ഒന്ന്, നമ്മളെക്കുറിച്ചൊരു ജാഗ്രത വേണം. എന്താ? ആർ വി ആക്ച്വലി ഇൻ കവനന്റ്? നമ്മൾ യഥാർത്ഥത്തിൽ കവനന്റിലാണോ? കവനന്റൽ ലൈഫാണോ, ഉടമ്പടി ജീവിതമാണോ നയിക്കേണ്ടത് എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത്. രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ്. ഉടമ്പടിക്ക് വില്ലൻസ് ഉണ്ടാകുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ മോസസിന്റെ ജീവിതത്തില് ഉടമ്പടി വില്ലൻസ് ആരാണ്? മോസസിന്റെ ജീവിതത്തിൽ അഹ്റോനുണ്ട്. പിന്നെ എന്താണ്? മോസസിന് ഭയങ്കര വില്ലന്മാരായിരുന്നു. ജനങ്ങളാണ്. ജനങ്ങളുടെ മെറിബായിലില്ലേ, മാസായത് ഡെസേർട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരെ വില്ലത്തരം കാണിച്ചാണ് അവരവിടെ മർദ്ദലിച്ചു. സങ്കീർത്തനം 106:32. മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. മോശയ്ക്കും ദോഷം. ഇതായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മോശയുടെ ഇവിടുത്തെ ഉടമ്പടിയിൽ ലാഗിങ് വരാൻ കാര്യം ജനങ്ങളെ, ആ ഉടമ്പടി പാലിക്കേണ്ട ആൾക്കാര് ദൈവത്തോട് മറുതലിച്ച് ഹൃദയം കഠിനമാക്കുകയും ചെയ്ത് വില്ലത്തരം കാണിച്ച് നടത്താം. അപ്പം അത് മോശക്ക് ദോഷമുണ്ടായി. എപ്പോഴും നമുക്ക് വിജിലൻസ് വേണം, കവനന്റൽ വിജിലൻസ് വേണം. എന്തിനെക്കുറിച്ച് വിജിലൻസ് ഉണ്ടാകേണ്ടത്? ഒന്ന്, നമ്മൾ ഉടമ്പടി ജീവിതത്തിലാണോ, സെൽഫ് വിജിലൻസ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഈ വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ്, ഉടമ്പടിയിലെ വില്ലന്മാരെ കുറിച്ച്. അതായത്
ജനങ്ങളോട് ആ വചനത്തോട് മറുതലിപ്പ് കാണിക്കുന്നുണ്ടോ? മറുതലിപ്പ് മാറ്റിവെക്കുക, ചെയ്യാണ്ടിരിക്കുക. ഇപ്പം ചിലരൊക്കെ വരുമ്പോൾ എന്നോട് കഴിഞ്ഞാൽ നിങ്ങൾ ആരാ പ്രേക്ഷിത വേല ചെയ്തത്? അത് അമ്മയാണ് എന്ന് പറയും. അപ്പം ഇവരെ മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ നിനക്കെന്തായിരുന്നു പരിപാടി? എനിക്ക് പഠിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പം പിന്നെ പറഞ്ഞു നിനക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. അമ്മയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിങ്ങളവർക്ക് അത് എൻ്റെ അമ്മ തന്നെ ഇരുന്നൊരു കാര്യമില്ല. ദൈവത്തിരുസ്ഥന് അങ്ങനെയില്ല. നിനക്കാണ് വ്യക്തിക്കാണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് വ്യക്തി ഏൽപ്പിച്ച ഉടമ്പടി ആ വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത്. മറുതലിക്കരുത്. മറുതലിച്ചത് ലാഗാവും. ഇന്നത്തെ മറുതലിക്കാതെ നമ്മൾ ചെയ്യുമ്പോഴും വെക്കേണ്ടത് ഇത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ദൈവസ്നേഹത്തോടെ ചെയ്യണം. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. വചനം വായിക്കുന്നവർക്ക് ചിലർക്ക് ഈ പനിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പല്ലേ? നീ എന്ത് ഒരു ഉരുളച്ചോറും വെച്ചുകൊണ്ടിരിക്കാന്നുകൊണ്ട് കുറേ നേരം ആയല്ലടാ, എനിക്ക് മടുപ്പാണെന്നൊക്കെ പറയുന്നത്. അതാണ് സംഭവം. അപ്പോൾ വചനം വായിക്കാൻ പറ്റണില്ല. അതിൻ്റെ അർത്ഥം വചനത്തേക്കാൾ പ്രാധാന്യമുള്ളതായിട്ട് നീ വേറെ സംഭവത്തിനും വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടും വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം കൊണ്ടാണ് ഇതുപോലെ ലാഗിങ് വരണത്. അപ്പം ഉടമ്പടി വില്ലന്മാരുണ്ട്. ഒന്ന്, നമ്മൾ തന്നെ ഉടമ്പടിയിലാണോ എന്ന് നോക്കണം. രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമ്പടിയെ ഇങ്ങനെ സാവധാനത്തെ ആക്കി കളയുന്നത് മറുതലിപ്പ് മൂലമാണ്. അതായത് നിബന്ധനകളോടും നിർദ്ദേശങ്ങളോടുള്ള മറുതലിപ്പ്. അപ്പം ഇത് ഉണ്ടാകുന്നത് നോക്കണം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്താൽ മതി. മനസ്സാപ്പകരണം ചൊല്ലി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞും ഒത്തിരി നല്ലൊരു ഭവനമാണ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചത്. അതോടൊപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആയിരിക്കുന്ന ഇടവകയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടണമെന്നായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തൊരു 5 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് പുതിയ വീട് ഞങ്ങൾ വാങ്ങിച്ചത്. ഈ വീട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നോ അവിടെ പണി കഴിപ്പിച്ചിട്ടായിരുന്നതാണ്. പക്ഷേ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ ജനുവരി 26-ാം തീയതി ഞങ്ങളവിടെ താമസം തുടങ്ങി. ഈ അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിലായിരുന്നു. സോ ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ് ട്രെയിൻ കയറുന്നത് തിരുവനന്തപുരത്ത്. അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിനായിരിക്കും ഇതിലെ പോകുന്നത്. അപ്പം ഏകദേശം 9 hour ട്രാവലിംഗ് ഉണ്ട് ഞാൻ പോകുന്നത് വൺ സൈഡ് തന്നെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കോവിഡ് കാരണം വർക്ക് ഫ്രം ഹോമാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫാദർ മരിച്ചതിന് ശേഷം മമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ റീ ഓപ്പൺ ഓഫീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും അവർ ട്രാവൽ ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ലിങ്ക്ഡിനിലൊരു ഓപ്പണിംഗ് കാണുവാണ്. അത് ബിഗ് 4 നിൽക്കുന്നൊരു കമ്പനിയാണ്. അപ്പം ഞാൻ ആ ഓപ്പണിംഗ് കണ്ടപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈ HR എന്നെ കോൺടാക്റ്റ് ചെയ്തു. അവിടെ 99% റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതും കൂടുതൽ റെഫറൽസ് വരികയാണ്. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ആ കമ്പനിയിൽ എടുക്കത്തുള്ളൂ. പക്ഷേ എന്നെ നെക്സ്റ്റ് ഡേ HR വിളിക്കുന്നു. നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നു. വിത്തിൻ 1 വീക്ക് എനിക്ക് ഓഫർ വരുന്നു. ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയാണ്. അപ്പം കൊച്ചിയിലേക്കാണ് ജോയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് പോയി വരാനായിട്ട് ഇപ്പം വലിയ ഡിസ്റ്റൻസ് ഇല്ല. അനുഗ്രഹം തന്നതിന് രണ്ടാമതായിട്ട് മാതാവിനോട് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളൊരു വാഹനത്തിൻ്റെ കാര്യം ഞങ്ങളങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത് ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഡിസംബറിൽ ഈ വീട് വാങ്ങിച്ചതിനോടനുബന്ധിച്ച് തന്നെ ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റി. ഒരുപാട് കടങ്ങളോ ബാധ്യതകളോ ഇല്ലാതെയാണ് ദൈവം ഇതെല്ലാം നടത്തി തന്നത്. സോ ഇവിടെ ഇരിക്കുന്ന പലരും ഒരു പ്രാവശ്യം പുതുക്കിയവരും 2 തവണ പുതുക്കിയവരും 3 തവണ പുതുക്കിയവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇത് ഒരു തവണ എടുത്തവർക്ക് തന്നെ പലപ്പോഴും ഇത് നടന്നിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മുടെ എന്താ നടക്കാത്തതെന്ന്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് എത്രയേറെ ഡിലേ വരുന്നോ അത്രയേറെ നല്ലത് ദൈവം തരുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
എൻ്റെ പേര് ടീസാമ്മ ടോമി. ഞാൻ ഇടുക്കി രൂപതയിലെ നീലവെയിൽ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 12/2/2022 ഞാൻ എൻ്റെ മോന് വേണ്ടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അവന് സ്റ്റുഡൻസ് വിസയിൽ UK പോകുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവന് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം ക്യാഷ് ഒന്നും റെഡിയാകുന്നില്ല. ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 6 ലക്ഷം രൂപ ലോൺ തരാം. പക്ഷേ ഞങ്ങൾക്ക് ആ പൈസ കൊണ്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ബാങ്കിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്കുകാർ 10 ലക്ഷം രൂപ തന്നു. പിന്നെ 3 വ്യക്തികളായിട്ട് ഞങ്ങൾക്ക് 11.5 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. അങ്ങനെ അവന് UK പോകാനുള്ള പ്രോസസ്സിംഗ് എല്ലാം നടത്തി. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു കുറവും കൂടാതെ എല്ലാം ഭംഗിയായി നടത്താനായിട്ട് സാധിച്ചു. അങ്ങനെ ഓഗസ്റ്റ് മാസം 2022 അവൻ UK അവിടെ ചെന്ന് അവന് നല്ലൊരു പാർട്ട് ടൈം ജോലി ലഭിച്ചു. ഇപ്പം UK പഠിച്ചുകൊണ്ടിരിക്കുന്നു, ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് 18 വർഷമായിട്ട് അലർജിയുടെ അസുഖമായിരുന്നു. തുമ്മലാണ്. എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര തുമ്മലാണ്. ഞാൻ തലയൊക്കെ മൂടി കെട്ടിയാണ് എഴുന്നേൽക്കുക. എന്നിട്ട് ഒന്നരാടം ദിവസങ്ങളിൽ സിട്രസിൻ ഗുളിക കഴിക്കും. ആ ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ തുമ്മലെന്ന അസുഖം പൂർണ്ണമായും മാതാവ് സൗഖ്യപ്പെടുത്തി തന്നു. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ആയിരുന്നു. അത് ആങ്ങളയ്ക്ക് 3 ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ 3 കുഞ്ഞുങ്ങളാണ്, ഇനിയും എന്താണ് ചെയ്യുന്നത് അറിയില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ഒരു കുഴപ്പവുമില്ല. ഈ പൂർണ്ണമായിട്ടും മാതാവ് സൗഖ്യമാക്കി തന്നു. അതുപോലെ എൻ്റെ മോൾക്ക് നല്ലൊരു ജോലി ഇല്ലായിരുന്നു. അവൾ പഠിത്തം കഴിഞ്ഞ് 1 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എവിടെയെങ്കിലും ജോലിക്ക് കയറും, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് പോരേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് നല്ല കമ്പനിയിൽ ജോലി ലഭിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 2022 നവംബർ 9 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ 1ാമത് വെച്ച നിയോഗം എൻ്റെ മകള് മെഡിക്കൽ കോഡിങ്ങിന് പഠിക്കുകയായിരുന്നു. എൻ്റെ മോൾക്ക് അവൾ BCom ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് പുറത്ത് പോയി ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ തീരുമാനിച്ചു. 3 മാസത്തെ ഒരു കോഴ്സാണ്. പക്ഷേ അവൾ ജയിക്കില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഞാൻ സങ്കടത്തോടെ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മോൾക്ക് ഡേറ്റ് കിട്ടണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഡേറ്റ് കിട്ടിയിട്ടും എൻ്റെ മോൾക്ക് ഡേറ്റ് കിട്ടില്ല. മാതാവിനോട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഡിസംബർ 28 എൻ്റെ മോൾക്ക് ഡേറ്റ് കിട്ടണം, പരീക്ഷ പാസ്സാവുകയും വേണം. അത്ഭുതം എന്ന് പറയട്ടെ, മാതാവ് ഡിസംബർ 28 ഡേറ്റ് തന്നു. മെഡിക്കൽ കോഡിങ്ങിന് എൻ്റെ മോള് പരീക്ഷ പാസ്സായി. പരീക്ഷ എഴുതിയ ഒരുപാട് പേര് തോറ്റു. അത്ര ബുദ്ധിമുട്ടുള്ളൊരു പരീക്ഷയാണത്. എങ്കിലും മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എൻ്റെ മോള് ജയിച്ചതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 5ാമത് നിയോഗമാണ് പിന്നെ എനിക്ക് സാധിച്ചു കിട്ടിയത്. എൻ്റെ മോൾക്ക് വിവാഹം ഒത്തു വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഞാൻ ഒറ്റയ്ക്കൊരാൾ വിചാരിച്ചാൽ എൻ്റെ മോളുടെ വിവാഹം നടക്കില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ അപ്പം തരില്ല എന്ന് തീർത്തു പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടുകൂടി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി അപ്പൻ കിടക്കുന്ന റൂമിൽ അലമാരിയുടെ ഉള്ളിലിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ സഞ്ചാരി മാതാവല്ലേ, അവിടെ ചെന്ന് അപ്പനോട് പറഞ്ഞ് എന്നോട് പറയണം
എന്നോട് അപ്പൻ പറയണം പൈസ തരാം എന്നുള്ളത്. അപ്പൻ എന്നിട്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ അപ്പൻ എന്നോട് വിളിച്ച് ചോദിച്ചു, നീ എത്ര രൂപ ലോൺ എടുക്കണത്, ഞാൻ നിനക്ക് ആ പൈസ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലോൺ എടുക്കാൻ വിചാരിച്ചേക്കാളും കൂടുതൽ 1 ലക്ഷം രൂപ കൂടി അപ്പൻ എനിക്ക് തന്നു. ഇത് മാതാവിൻ്റെ മാത്രം അനുഗ്രഹം, മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റെ മക്കൾ പറയും, അമ്മേ ഇതെങ്ങനെ നടന്നതാണ്. അപ്പൻ അവർ കേട്ടിട്ടുണ്ട്, അപ്പൻ തരൂല എന്ന് പറയണത് അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ പറയും, മാതാവിൻ്റെ ഏറ്റവും വലിയൊരു കൃപയാണമ്മേ, അത്രയ്ക്ക് വലിയൊരു കൃപയാണ് മാതാവ് നമുക്ക് തന്നേക്കണമെന്ന്. പിന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യമാണ് എനിക്ക് നടന്നത്. എൻ്റെ മകൾക്ക് വിവാഹം ആലോചിച്ചിരിക്കുന്ന മകൻ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല, എങ്കിലും ഞാൻ ഇവിടേക്ക് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. അപ്പോൾ ഫോൺ എടുത്തത് ഒരു ബ്രദറായിരുന്നു. ബ്രദർ പറഞ്ഞു, അബുദാബിയിലല്ലേ, കുമ്പസാരിച്ചാൽ മതി, കാര്യം നടക്കും എന്ന് പറഞ്ഞു. ഞാനത് അവനോട് പറഞ്ഞു. അവൻ കുമ്പസാരിച്ച് അവൻ ജോലി പോയ കമ്പനിയിലേക്ക് തന്നെ അവനെ ജോലിക്ക് വിളിച്ചു. ഒരിക്കലും അത് നടക്കില്ല എന്നാണ് അവൻ പറയണത്. അങ്ങനെ അവൻ ആ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. മാതാവാണ് അത് ഞങ്ങൾക്ക് നടത്തി തന്നതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആ മകന് അബുദാബിയിൽ ലൈസൻസ് ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടില്ല എന്നാണ് അവൻ പറയണത്. അവൻ എന്നോട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കണം. ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് മുഴുവൻ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ള ജോലി സ്ഥലത്തുള്ളവരോട് വർത്തമാനം പറയാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അപമാനം സഹിച്ചു പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. പക്ഷേ എങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ അവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അതും മാതാവിൻ്റെ വലിയൊരു കൃപയാണ്. അതിനും മാതാവിനും ഞാൻ നന്ദി പറയുകയാണ്. കൂടാതെ തന്നെ എൻ്റെ മകൾക്ക് തുടർച്ചയായിട്ട് പനി വരുമായിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച 28-ാം തീയതി അച്ഛൻ്റെ ധ്യാനത്തിൽ ഞങ്ങൾ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാധനയുടെ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ മോൾക്ക് ഇനി പനിക്കരുത്, മാതാവേ ഞാൻ സാക്ഷ്യം പറയാം. അന്നത്തെ ആ ഒരു പനിയോടുകൂടി എൻ്റെ മോളുടെ പനി മാറി. പിന്നെ എൻ്റെ മോൾക്ക് പനി ഉണ്ടായിട്ടില്ല. കൂടാതെ ഡിസംബർ 2022 ഡിസംബർ 25-ാം തീയതി 7:30 മണി സമയത്ത് ഞാൻ മുറ്റത്ത് പുറത്ത് നിൽക്കുകയായിരുന്നു. ഫോൺ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഭയങ്കര, ഒരു മുല്ലപ്പൂവിൻ്റെ മണമല്ല, കുറേ മുല്ലപ്പൂവുകളുടെ ഒരു മണം എൻ്റെ വീട്ടിൽ അനുഭവപ്പെട്ടു. അത് മാതാവിൻ്റെ സാമീപ്യമാണ്. മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതങ്ങനെ തന്നെയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പേര് ടിനു ബിജു. ഞാൻ വരുന്നത് കാഞ്ഞൂരിൽ നിന്നാണ്. ഞാൻ 2013 ജനുവരിയിൽ ഇറ്റലിയിലേക്ക് പോകാനുള്ള ഒരു കോഴ്സ് പാസ്സായി. ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടേക്ക് പോയി. 2014 ജനുവരി 28-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോവുകയും അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ 90 പേരുണ്ടായി. അതിൽ 88 പേരുടെയും വിസ അടിച്ചു കിട്ടുകയും ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം ആ വിസ അടിക്കാതെ പോവുകയും ചെയ്തു. അതുവഴി ഞങ്ങൾക്ക് തിരിച്ചു കയറി പോരണമെന്ന് അവിടുത്തെ ഗവൺമെൻറ് ഇത് പറഞ്ഞിരുന്നു. അതിന് 15 ദിവസത്തിനകം കയറി പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് 2 വർഷത്തിന് ശേഷം തിരിച്ച് ഇവിടേക്ക് പോകുന്നു. പക്ഷേ ഞാൻ ഇവിടുത്തെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലം എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞില്ല. ഞാൻ അവിടെ തന്നെ നിന്ന് കുറച്ച് നാളും കൂടെ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. അവസാനമായപ്പോൾ ഒരു രീതിയിലും ഈ പേപ്പർ ശരിയാവില്ല എന്നുള്ളത്. ഇപ്പം 8 വർഷമായി ഇപ്പം അവിടെ നിൽക്കുന്നു. ഒരു 5 വർഷം ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ തിരിച്ചു വരണം എന്നുള്ളത് വിചാരിച്ചു. കാരണം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർ പിള്ളേരായത് കാരണം അവരെ ഇട്ടിട്ട് പോയത് കാരണം തിരിച്ചു വരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ചേച്ചി വഴിയും ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ പ്രാർത്ഥനയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന സ്ഥിരമായിട്ട് ഞാൻ ചൊല്ലുകയും ചെയ്തിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് തന്നെ അവിടെ പേപ്പർ ഇറക്കാൻ പോകാമെന്നൊരു വാർത്ത ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക്
അതിൽ വിൽക്കാനായിട്ടൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ പേപ്പർ നേരത്തെ തന്നെ റിജക്റ്റായി പോയതും പാസ്പോർട്ടിൻ്റെ നമ്പരൊക്കെ അവിടെ ഉള്ളത് കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വെക്കാനായിട്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ ചെന്നാൽ തന്നെയും പേപ്പർ കിട്ടുമോ, അതോ ഇത്രയും നാൾ അവിടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള പേടി കാരണം ഞാൻ മിക്കവാറും ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയറിൽ ഇവിടെ പ്രാർത്ഥനാ സഹായം ഓൺലൈൻ വഴി അപേക്ഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് 1 വർഷം കൊണ്ട്, അതിൽ പൈസ വെച്ച പലരെയും വിളിക്കുന്നതിന് മുമ്പും 1 വർഷം കൊണ്ട് തന്നെ എൻ്റെ വിസയ്ക്ക് അവർ വിളിക്കുകയും ഒരു കുഴപ്പവും കൂടാണ്ട് എൻ്റെ ഫിംഗർ നടക്കുകയും 1 വർഷത്തിനകം ഡിസംബർ മാസത്തിൽ, കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് വിസ ലഭിക്കുകയും ചെയ്തു. ഈ വർഷം അത് പുതുക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞു. ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലായിരുന്നു ഈ പ്രാർത്ഥന സഹായം എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ അച്ചായക്കും അമ്മയ്ക്കും ഒരു 18 വർഷമായിട്ട് വീടും സ്ഥലവുമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 2 പെൺമക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുമൂലം ഞാൻ എപ്പോഴും ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയറിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അവർക്കൊരു വീടും സ്ഥലവും കൊടുക്കുവാണെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ, എൻ്റെയും ചേച്ചിയുടെയും ഒരേ ഇടവകയാണ്. അപ്പോൾ അവരുടെ ഞങ്ങളുടെ 2 പേരുടെയും വീടിന് അടുത്ത് തന്നെയായിട്ട് എൻ്റെ അച്ചായ്ക്കും മമ്മിക്കും ഒരു സ്ഥലവും വീടും തന്ന് മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. 1000 നന്ദി.